നാരായണി എന്നല്ലേ പേര്? അതെ, ആരാ? ഞാൻ പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. ഓ അതെയാ? ആ ഇവിടെ നിൽക്ക്, അവിടുന്ന് സംസാരിക്കാം. നിങ്ങൾ പഞ്ചായത്തിൽ ധനസഹായത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ആ കൊടുത്തിട്ടുണ്ട്. അത് പാസ്സായ. കുറച്ച് പൈസ ആവശ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ പാമ്പ് കടിച്ചിട്ടല്ലേ ധനസഹായത്തിന് അപേക്ഷ കൊടുത്തത്? അതെ, പാമ്പ് കടിച്ചിന്. പാമ്പ് കടിച്ചവർക്കും സർക്കാർ ധനസഹായം കൊടുക്കുന്നുണ്ടല്ലോ. ഈ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിന് ചെറിയ പ്രോസസ്സൊക്കെ ഉണ്ട്. ഓ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൈക്കൂലി ആയിരിക്കും അല്ലേ? കൈക്കൂലി തന്നാലേ ധനസഹായം കിട്ടൂ. നിങ്ങൾ പാമ്പ് കടിച്ചതല്ലേ, കൈക്കൂലി ഒന്നും അല്ല. പാമ്പിനെ പഞ്ചായത്തിൽ ഹാജരാക്കണം. പാമ്പിനെ പഞ്ചായത്തിലേക്കൊന്നും കൊണ്ടുവരാൻ പറ്റൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ പാമ്പിനെ കാണിച്ചു തരാം. മതി എന്നെ കടിച്ച പാമ്പ് തന്നെ ആയിരിക്കണം, എന്നെ കാണിച്ചാൽ മതി. എന്നാ പിന്നെ പാമ്പിനെ ഞാൻ കാണിച്ചു തരാം. അവിടെ കടത്തിയിട്ടുണ്ട്. എന്നാ അങ്ങോട്ട് പോവാ. പാമ്പിനെ കിട്ടിയാലേ നിങ്ങൾക്ക് വല്ലതും കിട്ടുള്ളൂ. പാമ്പിനെ കാണണം. പഞ്ചായത്ത് എന്തെങ്കിലും കിട്ടിയാൽ മതി. പാമ്പിനൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്റെ പിന്നാലെ വന്നാ മതി. എവിടെയുള്ള പാമ്പ്? ഇവിടെയുണ്ട് പാമ്പ്. അതാ പാമ്പ്. ആ പാമ്പ്. ഇതെന്ത് പാമ്പ്? അതെ, എന്റെ കെട്ടിയാണ്. എപ്പോഴും വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ കിടക്കും പാമ്പായിട്ട്. എന്നെ എപ്പോഴും ശല്യം ചെയ്യും. ഇത് വല്ലാത്തൊരു പാമ്പായി പോയല്ല. പാമ്പാണ് എന്നെ കടിച്ചത്. ഇനി എപ്പോഴാണ് ധനസഹായം കിട്ടുക?